ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിറിൽ എന്നാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ സാക്ഷ്യം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവിൻ്റെ അൾത്താരയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും കോടാനുകോടാൻ നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ റിസർച്ചിലത്തെ കാലഘട്ടം നീണ്ടു പോകുന്നൊരവസ്ഥയിലാണ് ഉടമ്പടി എടുത്തത്. 6 കൊല്ലം കൊണ്ട് തീരേണ്ട ഉടമ്പടി എനിക്ക് 6 കൊല്ലമായി തീരുന്ന റിസർച്ച് 8 വർഷമായിട്ട് എൻ്റെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2023 സെപ്റ്റംബർ 30 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷമാണ് എൻ്റെ റിസർച്ചിൽ പുരോഗതി കണ്ടത്. അതിനു മുമ്പ് തന്നെ ഞാനൊരു ഫെലോഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു, ഒരു UGCയുടെ ഫെലോഷിപ്പ്. അത് എൻ്റെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് കിട്ടേണ്ടതല്ല. കാരണം അവർ ആ UGCയുടെ ഫെലോഷിപ്പ് ആദ്യമായി റിസർച്ചിന് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 6 വർഷത്തിനുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരുന്നു അവരെ ഫെലോഷിപ്പ് ഉദ്ദേശിച്ചത്. ഞാൻ 8ാം വർഷമാണ് ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് വെച്ചിട്ട് എനിക്ക് ആ ഫെലോഷിപ്പ് കിട്ടേണ്ടതായിരുന്നില്ല. പക്ഷേ എനിക്ക് UGCൻ്റെ കോൾ വന്നു, നിങ്ങൾ ആ ഫെലോഷിപ്പിന് അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് മാതാവിൻ്റെയും തിരുകുമാരൻ്റെ ഇടപെടലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ UGCയുടെ ഫെലോഷിപ്പ് ലഭിച്ച ശേഷമാണ് ഞാൻ 8ാമത്തെ വർഷം പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് റിസർച്ചിൽ നോവലിറ്റി കണ്ടുപിടിച്ച് ഒരു തീസിസ് 3 വർഷത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് പറ്റണതല്ല. അപ്പം എനിക്ക് അച്ഛനെ റിസൾട്ട് കിട്ടാതെ ഒത്തിരി ലാഗും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോടും തിരുകുമാരനോടും എനിക്കിത് തീർക്കാനുള്ളൊരു ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടിപ്പായി അപേക്ഷിച്ചിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് അതിന് ശേഷമാണ് എൻ്റെ റിസർച്ചിൽ റിസൾട്ടുകൾ കിട്ടിത്തുടങ്ങിയതും. എനിക്ക് 3 വർഷം കൊണ്ട്, അതായത് മുമ്പ് ചെയ്ത വർക്കും ഇപ്പോൾ ചെയ്ത വർക്കും കളയാതെ ക്ലബ്ബ് ചെയ്തിട്ട് എനിക്ക് 3 വർഷം, അതായത് എല്ലാം കൂടി 10 വർഷം എടുത്തെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഞാൻ പിന്നെ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കൊണ്ട് നമ്മുടെ തീസിസ് വെഞ്ചരിപ്പിച്ചിരുന്നു. അതുപോലെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വെച്ച് ഞാൻ കുരിശടയാളം വരച്ച് വിശ്വാസപ്രമാണം ചെയ്തിട്ടാണ് ഞാൻ തീസിസ് സബ്മിറ്റ് ചെയ്തത്. തന്മൂലം തന്നെ ആ സബ്മിറ്റ് ചെയ്ത തീസിസ് 3 എക്സ്റ്റേണൽസും ഒരു റിവ്യൂ കമൻസും ഒരു കറക്ഷൻസും ഒരു മോഡിഫിക്കേഷനും ഇല്ലാതെയാണ് എൻ്റെ തീസിസ് വന്നത്. അങ്ങനെ ഒരു തീസിസ് ഒരു കറക്ഷനും ഇല്ലാതെ 99% അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ തീസിസ് മാത്രമാണ് ഒരു റീസബ്മിഷനോ കറക്ഷനോ മോഡിഫിക്കേഷനോ ഇല്ലാതെ പ്രസൻറ്റേഷൻ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി 4 ആയിരുന്നു എൻ്റെ വൈവ. അന്ന് ദൈവം സഹായിച്ച് ഞാൻ ഡോക്ടർ സിറിലായി ഇപ്പോൾ ഈ തിരുസന്നിധിയിൽ വെച്ച് സാക്ഷ്യം പറയുന്നത് ഡോക്ടർ സിറിലായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിൽ അമ്മ മാതാവിനും തിരുമുകാരനും കോടാനും നന്ദി പറയുന്നു. രണ്ടാമത് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ജോലിയാണ്. അതായത് ഞാൻ ഫെബ്രുവരി 9 ഡിഫൻസ് കഴിഞ്ഞ് ഫെബ്രുവരി 9 ജോലിക്ക് ജോയിൻ ചെയ്തത്. അതായത് PhD സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്ത് ഒരു ജോലി എനിക്ക് കിട്ടി. പക്ഷെ അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും, ലിങ്ക്ഡിൻ വഴി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ആവുക, അതൊരു ഫ്രഷർ എന്ന് പറയുമ്പോൾ അത് മാനസികമായി ചിന്തിക്കാൻ പ്രയാസമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആവുകയും ചെയ്തു. ഇൻ്റർവ്യൂ സെലക്റ്റായി എനിക്ക് ഫെബ്രുവരി 9 ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അതും നമ്മുടെ പഠിത്തത്തിൻ്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചൊരു ജോലിക്ക് തന്നെ കിട്ടി, ദൈവം സഹായിച്ച്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം വിതരണം ചെയ്തിരുന്നു. ഞാൻ ക്യാമ്പസിലും പിന്നെ നമ്മുടെ നാട്ടിലും പത്രവിതരണം ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെയ്തിരുന്നത് അവിടെ ഒരു തീരദേശ പ്രദേശ സ്കൂളുണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനും പിന്നെ ഫീസ് അടയ്ക്കാനും ബുക്ക് വിതരണം ചെയ്യാനും സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു വിശപ്പിൻ്റെ വിളി എന്നൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു സെൻറ്റ് മേരീസ് പ്രൈം മിനിസ്ട്രിയുടെ. അവർക്ക് തെരുവിൽ അലയുന്ന ആൾക്കാർക്ക് ഞാൻ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ദശാംശം സമർപ്പിച്ചിരുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനും നന്ദി പറയുന്നു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വന്ന ആന്തരികമായ മാറ്റം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ പ്രയർ ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 5:30 എണീക്കാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ശേഷം നമുക്കത് വളരെ ദൈവത്തോട് ചേർന്ന് നിന്ന് ബൈബിള് വായിക്കാനും നമുക്ക് ഈശോനോടൊരു സ്നേഹം തോന്നിയിരുന്നു. ആദ്യം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ നിബന്ധനകളെന്ന് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ പുറകെ ഓരോ ഉടമ്പടി എടുക്കുന്തോറും എനിക്കത് കൂടുതൽ ദൈവസ്നേഹത്തോടെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഈശോയ്ക്ക് അമ്മ മാതാവിനും കോടാനും നന്ദി പറയുന്നു. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ദൈവം വളരെ ഉദാരമതിയാണെന്ന് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായി ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ യോഗ്യതകളനുസരിച്ചാണ്
ദൈവം നമുക്ക് നൽകേണ്ടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു വലിയ സീറോ ആയിരിക്കും. നമ്മളെപ്പോഴാണോ ഒരു വലിയ സീറോ ആണെന്ന് നാം ദൈവത്തിന് അടിയറ വയ്ക്കുന്നത്, അപ്പോഴാണ് കൃപയുടെ ഒരു വലിയ അനുഭവം നമ്മളിലേക്ക് ഒഴുകുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ഉടമ്പടി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനുമുള്ള ഒരു വലിയ അഭിഷേകം നമുക്ക് നൽകുകയും ചെയ്യുന്നത്. ഡോക്ടർ സിറിലിൻ്റെ സാക്ഷ്യത്തിൽ അത് തന്നെയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്, പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരു അക്രൈസ്തവ മകളായ ഈ കുഞ്ഞിനെ എങ്ങനെ ദൈവം എടുത്ത് പരിപാലിക്കുകയും ജ്ഞാനം എന്നൊരു വലിയ അനുഗ്രഹം, ദൈവാനുഭവം ഈ മകൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. 10 വർഷം എടുത്തു ഒരു PhD കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും അതിനെ തഴുകി കളഞ്ഞു. ഇത് റിജക്റ്റ് ആവാനാണ് സാധ്യത. അങ്ങനെ ഇതൊരു ഒട്ടും മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് മകൾ താഴെ വീഴുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെയാണ് 8 വർഷത്തിന് ശേഷം ഈ മകൾ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ വേഗത എന്തുമാത്രം കൂടിയെന്നാണ് ഡോക്ടർ സിറിലിന് ഇവിടെ പറയാനുള്ളത്. തനിക്കറിയാത്തതും താൻ അനുഭവിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഈശോ തന്നെ പഠിപ്പിച്ചു. ഈശോ ആണ് ഏറ്റവും നല്ല സബ്ലൈം ഡോക്ട്രിൻസ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് ലോകം തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അത്ഭുതകരമായി ഒരുപാട് കാര്യങ്ങൾ ഈശോ ചെയ്തിട്ടുള്ളതും അത്ഭുതകരമായി ഈശോ പഠിപ്പിച്ചിട്ടുള്ളതുമെല്ലാം ഒരു കാലഘട്ടത്തെ രണ്ടായി തിരിച്ചിട്ടുള്ള ഒരു ദൈവമാണ് ഈശോ എന്നെല്ലാം നമുക്ക് വലിയ വിജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോഴാണ്. എങ്ങനെയാണ് ഒരു ദൈവം ഒരു മനുഷ്യനായി പിറന്ന് ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് ഒരു വലിയ ക്രിമിനലിനെ പോലെ മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തത് എന്നെല്ലാം പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നത് ഒരു അഭിഷേകമായി ഇന്ന് സിറിലിന് ലഭിച്ചിരിക്കുകയാണ്. സിറിലിന് മെറ്റീരിയൽ സയൻസ് എന്ന ടോപ്പിക്കിലാണ് തൻ്റെ വൈവ ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും സുഗന്ധാഭിഷേകവും ഉണ്ടായിരുന്ന സ്ഥിരീകരണ സമയത്ത് അല്ലേ, സുഗന്ധാഭിഷേകം ഉണ്ടായെന്നല്ലേ പറഞ്ഞ്, സുഗന്ധാഭിഷേകവും ഈ മകൾക്ക് ഉണ്ടായി എന്ന് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളെ ഒരു വൈവ എന്നതൊരു വലിയ പ്രോസസ്സാണ്. കുട്ടികളെല്ലാം വളരെ ഈ കാൻഡിഡേറ്റ് വളരെ പേടിക്കുന്ന അല്ലെങ്കിൽ വളരെ അസ്വസ്ഥപ്പെടുന്ന ലാസ്റ്റ് പ്രൊസീജിയറാണ്. അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേർച്ച വസ്തുക്കളെല്ലാം കൈപിടിച്ച് വളരെ ആയുധത്തോടു കൂടിയാണ് ഈ മകൾ അത് പ്രസൻറ്റ് ചെയ്തത്. ഒട്ടും തന്നെ പതറാതെ വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയുടെയും പിന്തുണ മകൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതിനായി മകൾക്കൊരു നല്ല ആസ്തി ഉണ്ടായിരുന്നു. ഈ 8 വർഷം നിരന്തരമായി പരിശ്രമിച്ച് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ സഹായിച്ചു തുടങ്ങിയപ്പോൾ ഈ മകൾ ചെയ്തത് വിശപ്പിൻ്റെ വിളി എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് മകൾ കാലെടുത്ത് വയ്ക്കുകയും വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് ചെന്ന് ചേരാനും വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു പ്രത്യേക വിശേഷ വിധിയായി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഈശോ ചോദിക്കുന്നതിൻ്റെ ഉത്തരമായി ഈ മകൾ ഒരു വലിയ കാര്യം ചെയ്തതായി ഇവിടെ രേഖപ്പെടുത്തുന്നു, ഇവിടെ ഏറ്റു പറയുന്നു. ഈശോ ആരാണെന്ന് പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്നാണ് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത്. പത്രോസ് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, അത് പിതാവായി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തതാണെന്നും ഈശോ പറയുന്നുണ്ട്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് വെളിപ്പെടുത്താനുള്ള ഏറ്റുപറയുവാനുള്ള കൃപയാണ് പത്രോസിന് ലഭിച്ചത്. അങ്ങനെ ഇന്ന് ഈ മകൾക്ക് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ വളരെ ഡിസിപ്ലിൻഡായ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യുവാനും തൻ്റെ മടി അല്ലെങ്കിൽ നിരുത്സാഹം ഇതെല്ലാം മാറ്റി ഈശോയെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം, കൃപ, അഭിഷേകം ഈ ക്രൈസ്തവ മകൾക്ക് ഈശോ നൽകിയിരിക്കുന്നു. നമുക്ക് ആഗ്രഹിക്കാത്തതും നാം ചിന്തിക്കാത്തതുമായ നമുക്ക് മെറിറ്റില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഈശോ ഇടപെടുന്നതിന് വലിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഡോക്ടർ സിറിലിൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.